ഇന്നിപ്പോൾ മുഹറം 2 മരുവിൻ്റെ വാങ്ങ് കൊടുക്കാനായി. എല്ലാവർക്കും നോലുമ്പല്ലേ, മുഹറം 1 തൊട്ട് എല്ലാവർക്കും നോമ്പാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴക്ക് കുറച്ച് കുറവുണ്ട് കേട്ടോ. മറ്റേത് ഒഴിവില്ലാതെ പെരും മഴയായിരുന്നു. രാവിലെയും മഴ, രാത്രിയും മഴ. ഒരു മഴ ഇങ്ങോട്ട് ചോർന്ന് കഴിഞ്ഞാലോ അടുത്ത മഴ അതിലും കുറച്ച് കൂടുതലായിട്ട് തുള്ളിക്കൊരു കുടമായിട്ട് ഇങ്ങോട്ട് പെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാൻ പറ്റാത്ത മഴയായിരുന്നു. ഇവിടെ നിലമ്പൂർ താലൂക്കിനൊക്കെ ഒരു ദിവസം സ്കൂളിനും മദ്രസിനൊക്കെ അവധി വരെ കൊടുത്തിട്ടോ, മഴൻ്റെ ശക്തി കൊണ്ട്. ഇപ്പോൾ ഏതായാലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് മഴയല്ല, വെയിലറച്ചിന് കുറച്ച് നേരം. അതിൻ്റെ ഒരു തെളിവ് കണ്ടില്ലേ, ആകാശത്ത് കാണാനുണ്ട്. ഇപ്പോൾ കിളികളും എല്ലാവരും കൂട്ടുകയറി. അതേപോലെ മുറ്റത്തു കൂടിയും തോട്ടിൽ കൂടിയും മുഴുവൻ മക്കളേനി സ്കൂൾ വിട്ട് വന്നിട്ട് ഓരോ ചൂണ്ടക്കൊളുത്തുമായിട്ട്. മഴ ആയതുകൊണ്ട് തോട്ടിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അതിലോരോ ചെറിയ പരൽ മീനുകളും ഉണ്ട്. അതിൻ്റെ പിന്നാലെ ആ കൊതുകടിയും കൊണ്ട്. നമ്മളവിടെ ആണെങ്കിൽ ആകെ റബ്ബറാണ്, ചുറ്റും ആകെ റബ്ബറാണ്. അപ്പോൾ ഈ ചിരട്ടിയും ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് തോന്നണത് നിറച്ച് കൊതുകേക്കാരം വൈകുന്നേരം ആകുന്നെ വേണ്ട, പകൽ തന്നെ നല്ല കൊതുക. എന്നാലും ഓൾക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ വൈകുന്നേരം കുറച്ച് സമയത്ത്. ഇപ്പോൾ സമയമില്ലല്ലോ, സ്കൂൾ വിട്ട് വന്നാൽ ആകെ ഒരു 2 മണിക്കൂർ തന്നെ തയ്ച്ചില്ല. കുറച്ച് നേരമല്ലോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഏതായാലും ഒക്കെ കുളിച്ച് അകത്ത് കയറിട്ടോ. അതേപോലെ കിളികളൊക്കെ കയറി. മരുവിൻ്റെ സമയമാകുമ്പോൾ എന്തോ ഒരു മനസ്സിക്കൊരു ഇടങ്ങേറാല്ലേ. പണ്ടൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളായി ഉമ്മാൻ്റെ വീട് അടുത്ത് തന്നെയാവും. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടും, വല്യമ്മാൻ്റെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ വല്യമ്മാൻ്റെ വീട്ടിൽ വല്യമ്മ ഞങ്ങളെല്ലാവരും കൊണ്ടുപോകും കേട്ടോ, തറവാട്ടിക്ക്, വല്യമ്മാൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ഞാനും ആങ്ങളാരൊക്കെ അങ്ങനെ പോകും. അവിടെ ചെന്ന് 2 ദിവസം കഴിയുന്നതോട് കൂടി വരുന്നതായ കമ്പൊക്കെ അങ്ങനെ മാറും. പിന്നെ വൈകുന്നേരം ഈ നേരമാണ് സമയത്ത് നമുക്ക് ഉമ്മാനെ കാണാൻ പൂതിയാവും. എന്നിട്ട് പിന്നെ പോയ കമ്പൊക്കെ കഴിഞ്ഞ് എങ്ങനെ തിരിച്ചു പോരണം, പിന്നെ അതേക്കാരം മനസ്സിക്ക്. അല്ലെങ്കിൽ ഈ വൈകുന്നേരം ഉണ്ടല്ലോ എപ്പോഴും ഒരു ഒറ്റപ്പെടലിൻ്റെ എന്തോ നഷ്ടപ്പെട്ട പോലെയൊക്കെ ഒരു തോന്നലല്ലേ. എവിടെയോ പോയി ഒറ്റപ്പെട്ട് എന്തോ, അല്ലെങ്കിൽ പിന്നെ അത്രയും എൻഗേജ് ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് വൈകുന്നേരം കുട്ടികളെ കുളിപ്പിച്ചലും പിന്നെ ചോറും കൂട്ടാനും വെക്കലും അങ്ങനെ ഓരോരോ പണി. ഇപ്പോൾ മക്കളൊക്കെ വലുതായി കഴിഞ്ഞ് എല്ലാവരും ഓരോ ഭാഗത്താണ്. പഠിപ്പും ജോലിയൊക്കെ ആയിട്ട് ഓലൊക്കെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഈ വൈകുന്നേരമാണ് സമയത്തൊക്കെ പണ്ട് ചെറിയ കുട്ടികളായ സമയത്ത് ഇങ്ങനെ വിരുന്ന് വിട്ട് അവിടുന്ന് ഉമ്മാനെ മിസ് ചെയ്യണ പോലെ ഇപ്പം മക്കളെ മിസ് ചെയ്യാൻ തുടങ്ങി. അടുത്തുള്ള മക്കളൊക്കെ വിറമച്ചി വിളിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ആ വെറി അറിയില്ല കേട്ടോ. പിന്നെ നേരം വെളുത്ത് 8:30 8:45 ജോലിക്ക് പോകും. പിന്നെ 5:30 ആകുമ്പോൾ അവിടുന്ന് പുറപ്പെടാം. ഇവിടെ എത്തി 5:45 ഇവിടെ എത്തും. അങ്ങനെ ദിവസം കഴിയും. വീട്ടിൽ ഒറ്റയ്ക്ക് ബോറടിയാണ് ജോലിക്ക് പോകുന്നതാണ്. അവിടെയും ഒറ്റക്കാണ്. എന്നാലും പിന്നെ കസ്റ്റമറും അങ്ങനെ ഓരോ തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരം ആവുന്നത് അറിയില്ല. എന്നാലും ഈ സമയം എന്തൊക്കെ പറഞ്ഞാലും വൈകുന്നേരമാണ് സമയത്ത് എന്തോ ഒരു മനസ്സിനൊരടങ്ങാറാണ്. അപ്പോൾ എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ അല്ലേ. എന്തായാലും മുഹറം 2 ഈ മാസത്തിൻ്റെ ഫളലുകൊണ്ട് നമ്മളെ മരിച്ചുപോയ വല്യമ്മ വല്യപ്പ അങ്ങനെയല്ല എല്ലാവരും എത്ര ആൾക്കാർക്ക് ഉമ്മല്ല അപ്പല്ല. അപ്പം നമ്മളെ മക്കൾക്കൊക്കെ എന്തോ ഒരു ഭാഗ്യം. അവൾക്ക് ഉമ്മാന്ന് വിളിച്ച് കയറിയാൽ നമ്മളുണ്ടല്ലോ. അങ്ങനെ മക്കളെ ഉമ്മാരില്ലാത്തയും അല്ലെങ്കിൽ മക്കളില്ലാത്തയും അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹൈറ് കൊടുക്കട്ടെ അല്ലേ. നഷ്ടപ്പെട്ടതിന് പ്രതിഫലമായിട്ട് അള്ളാഹ് അതിലും മികച്ചത് കൊടുക്കട്ടെ, ദുനിയാവിലല്ലെങ്കിലും ആഖിറത്തിൽ അല്ലേ. ആയിക്കോട്ടെ കേട്ടോ, ഇനി പിന്നെ വരാം.